ഇറാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലെന്ന റിപ്പോർട്ട്. യുദ്ധം ആരംഭിച്ചതോടെ ഭക്ഷണ സാധനങ്ങൾ, മരുന്ന് തുടങ്ങിയ എല്ലാ അടിസ്ഥാന സേവനങ്ങൾക്കും വില വർദ്ധിച്ചു. ഇവിടെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടുകയും ചെയ്തു. നിലവിലെ സാഹചര്യത്തിൽ നിന്ന് കരകയറാൻ വൻതോതിലുള്ള സാമ്പത്തിക പരിഷ്കരണങ്ങൾ വേണ്ടിവരുമെന്ന് വിലയിരുത്തൽ. 2026 ഫെബ്രുവരി 28 അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഇറാനുമേൽ ആരംഭിച്ച അതിശക്തമായ സൈനിക ആക്രമണങ്ങൾ ആഗോള ഭൗമരാഷ്ട്രീയ അന്തരീക്ഷത്തിലും സാമ്പത്തിക വ്യവസ്ഥയിലും സമാനതകളില്ലാത്ത പ്രത്യാഘാതങ്ങളാണ് വരുത്തിവെച്ചത്. ഇറാന്റെ ആണവ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായും തകർക്കുക, ഭരണമാറ്റം സാധ്യമാക്കുക എന്നീ പ്രഖ്യാപിത ലക്ഷ്യങ്ങളോടെ ആരംഭിച്ച ഈ യുദ്ധം ഇന്ന് അമേരിക്കൻ ഭരണകൂടത്തിന്മേൽ ഇസ്രയേലും അമേരിക്കയിലെ ഇസ്രയേൽ അനുകൂല ലോബിയും ചെലുത്തിയ അതിശക്തമായ സമ്മർദ്ദത്തിന്റെ അനന്തരഫലമായി മാറി. പശ്ചിമേഷ്യയിൽ തുടരുന്ന അമേരിക്ക-ഇറാൻ യുദ്ധം കേവലം ഒരു പ്രാദേശിക സുരക്ഷാ പ്രശ്നമല്ല. ഇന്ന് അത് ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ പിടിച്ചുകുലുക്കുന്ന ഒരു വ്യവസ്ഥാപിതമായ പ്രകമ്പനമായി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ അശാന്തമായി നിലനിൽക്കുന്ന പശ്ചിമേഷ്യൻ യുദ്ധമാണ് കാണുന്നത്. യുദ്ധത്തിൽ കനത്ത നാശനഷ്ടം നേരിട്ടിരിക്കുകയാണ് ഇറാന്. മാത്രമല്ല, ഇപ്പോൾ ഒരു റിപ്പോർട്ട് കൂടെ പുറത്തുവരികയാണ്. ഇറാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന്. നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയരുകയും ചെയ്തിട്ടുണ്ട്. ഇറാൻ കറൻസിയായ റിയാലിന്റെ മൂല്യം കുത്തനെയിടുകയും ചെയ്തെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. പ്രത്യേകിച്ച് ബാങ്കിംഗ് മേഖലയുടെ തകർച്ചയും അടിസ്ഥാന സൗകര്യ മേഖലയിലെ നാശനഷ്ടങ്ങളും ഇറാന്റെ ഭാവി ചോദ്യചിഹ്നത്തിലാക്കിയിരിക്കുന്നു. യുദ്ധം ആരംഭിച്ചതോടെ ഭക്ഷണസാധനങ്ങൾ, മരുന്ന് തുടങ്ങിയ എല്ലാ അടിസ്ഥാന സേവനങ്ങൾക്കും വില ക്രമാതീതമായി കൂടി. കൂടാതെ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ എല്ലാം വില ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട്. മരുന്നുകളുടെ വിലയിലുണ്ടായ വർധനവ് ഞെട്ടിക്കുന്നതാണ്. യുദ്ധത്തിനു മുമ്പ് 30 ലക്ഷം റിയാൽ വിലയിലുണ്ടായിരുന്ന ക്യാൻസർ ചികിത്സയ്ക്കുള്ള മരുന്നുകൾക്കൊക്കെ ഇപ്പോൾ 18 കോടി റിയാലായി ഉയർന്നു. തുർക്കിയിൽ നിന്നെത്തുന്ന ഉൽപ്പന്നങ്ങൾക്ക് സാധാരണ വിലയേക്കാൾ 3 ഇരട്ടിയിലധികം വർധനവാണ് ഇപ്പോൾ ഉള്ളത്. ഇറാന്റെ കറൻസിയായ റിയാലിന്റെ മൂല്യം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ നേരിടാൻ കേന്ദ്ര ബാങ്കിന് ഉയർന്ന മൂല്യമുള്ള നോട്ടുകൾ പുറത്തിറക്കേണ്ടി വന്ന സാഹചര്യമാണ്. നാണയപ്പെരുപ്പം രൂക്ഷമായതോടെ മാർച്ച് പകുതിയോടെ 1 കോടി റിയാലിന്റെ പുതിയ നോട്ടാണ് പുറത്തിറക്കിയത്. അതുമാത്രമല്ല, യുദ്ധം മൂലം നിരവധി ബിസിനസ് സ്ഥാപനങ്ങൾ പൂട്ടുകയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇറാനിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ച മട്ടിലാണ്. തൊഴിൽ നഷ്ടമായതിനാൽ തന്നെ നിരവധി കുടിയേറ്റ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ നാട്ടിലേക്ക് മടങ്ങുകയാണ്. യുദ്ധത്തിൽ തന്ത്രപ്രധാനമായ വ്യവസായ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചത് ഇറാന്റെ ദീർഘകാല സാമ്പത്തിക വളർച്ചയും ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. രാജ്യത്തെ വിവിധ വ്യവസായങ്ങൾക്ക് ആധാരമായ ഉരുക്കു പ്ലാന്റുകൾക്ക് നേരെയുണ്ടായ വ്യോമാക്രമണങ്ങൾ ഉൽപാദനത്തെയും ബാധിച്ചു. റോഡുകളും പാലങ്ങളും തകർന്നു. ചരക്ക് നീക്കത്തെയും ഇത് വിതരണ ശൃംഖലയെയും ബാധിച്ചു. നിലവിലെ സാഹചര്യത്തിൽ നിന്ന് കരകയറാൻ വൻതോതിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇറാൻ നേരിടേണ്ടി വരുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. കൂടാതെ തൊഴിലില്ലായ്മയും രൂക്ഷമായി തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.